ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു ഫുഡ് ഒരു വായ വഴി നേരെ ഒരു ഈസോഫാഗസ് വഴി ആണ് അത് സ്റ്റൊമക്കിലോട്ട് എത്തുന്നത്. പക്ഷേ ചില വ്യക്തികൾക്ക് ആ ഒരു ഫുഡ് പ്രോപ്പറായിട്ട് സ്റ്റൊമക്കിൽ എത്തുന്നില്ല. അതായത് ഈ ഒരു ഈസോഫാഗസ് എന്തെങ്കിലും ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നു. അങ്ങനത്തുള്ളൊരു കണ്ടീഷൻസിനാണ് പറയപ്പെടുന്ന പേരാണ് ഈ ഒരു അക്കളേഷ്യ കാർഡിയ എന്ന് പറയുന്ന കണ്ടീഷൻ. അതായത് നമ്മളുടെ അന്നനാളം ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥ, നമ്മളുടെ ആ ഒരു ഈസോഫേജിൽ സ്പിങ്ക്ടർ, അതായത് നമ്മളുടെ ഒരു ഈസോഫാഗസും സ്റ്റൊമക്കും തമ്മിൽ ആ ഒരു ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് രണ്ടും പ്രിവെന്റ് ചെയ്യുന്ന ഒരു ബാരിയർ ആണ് ഈ ഒരു ലോവർ ഈസോഫേജിയൽ സ്പിങ്ക്ടർ എന്ന് പറയുന്നത്. ആ ഒരു ചെറിയൊരു മസിൽ ഈ ഒരു നെർവ്, ഈസോഫാഗസിന്റെ ഒരു നെർവ് ഡാമേജ് കൊണ്ട്, അല്ലെങ്കിൽ നെർവിന്റെ ഒരു ഡാമേജ് കൊണ്ട് പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്യുന്ന, അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡ് ആ ഒരു ഈസോഫാഗസ് ഈ ഒരു സ്പിങ്ക്ടർ ഓപ്പൺ ചെയ്യാതെ ആ ഒരു ഈസോഫാഗസിൽ തന്നെ കെട്ടിക്കിടക്കുമ്പോൾ മേ ബി നമ്മൾക്ക് ഈ ഒരു ചോക്കിങ്ങിന്റെ സിംറ്റംസ് വരാം, അല്ലെങ്കിൽ ഈ ഒരു ചുമ വരാം, അല്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ വരാം, അല്ലെങ്കിൽ ഈ ചെസ്റ്റ് പെയിൻ പോലത്തുള്ള സിംറ്റംസ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു അക്കളേഷ്യ കാർഡിയ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ, കൂടുതൽ നമുക്കിതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ട് ഇവിടെ പറയാൻ പറ്റുന്നതാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മളുടെ നെർവ്സ് തന്നെ നമ്മളുടെ ശരീരത്തിനെ ഇത് അറ്റാക്ക് ചെയ്യുമ്പോൾ, അതായത് ഒരു നെർവ്സിലോട്ട് ഇത് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് റിലേറ്റ് ചെയ്തായിരിക്കും കൂടുതലും വ്യക്തികൾക്കും ഒരു നെർവ് ഡാമേജ് ഉണ്ടാവുന്നു. അപ്പോൾ ഒരു ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ പ്രോപ്പറായിട്ട് ഓപ്പൺ ആവുന്നില്ല, അല്ലെങ്കിൽ അത് ആ ഒരു മസിൽ റിലാക്സ് ആയാൽ മാത്രമേ ആ ഒരു ഫുഡ് ഈസോഫാഗസ് വഴി അത് സ്റ്റൊമക്കിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു ഈസോഫാഗസ് ഫേജിയൽ സ്ഫിങ്ക്ടർ ഓപ്പൺ ആവുന്നില്ല, ആ ഒരു ഫുഡ് അവിടെ തന്നെ തങ്ങിക്കിടക്കുമ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് ഈ ഒരു അക്കളേഷ്യ കാർഡിയ എന്ന് പറഞ്ഞൊരു സിംറ്റംസ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാവുമ്പോൾ ഏതൊക്കെയാണ് സിംറ്റംസ്, എന്താണ് രോഗലക്ഷണങ്ങൾ എന്ന് ചോദിക്കുവാണെങ്കിൽ, ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് മേ ബി ഒരു നെഞ്ചെരിച്ചിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു നെഞ്ചെരിച്ചിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാതെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് ട്രീറ്റ് ചെയ്യാതെ വിടുമ്പോൾ മേ ബി അത് ഒന്നും കൂടി കൂടുമ്പോൾ ഫുഡ് പാർട്ടിക്കിൾസ് ഇറക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ് എന്ന് പറയാം. ഫുഡ് ഇറക്കാൻ പറ്റുന്നില്ല, അല്ല ഇറക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ഇറക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഛർദ്ദിച്ച് കളയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഉണ്ടാവും, സിവിയർ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവും. മേ ബി നമ്മൾ ക്യാൻസർ ആണെന്ന് പോലും ഡയഗ്നോസ് ചെയ്യുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ മിസ്ഡയഗ്നോസ് ചെയ്യുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാക്കിയേക്കാം. അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ഈ ഒരു ഈസോഫേജിയൽ ക്യാൻസർ ഒക്കെ വരുന്ന ഒരു വ്യക്തികൾക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടും ഈ ഒരു അക്കളേഷ്യ കാർഡിയ കൂടുതലും കണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിക്കുവാണെങ്കിൽ, നമ്മളുടെ ആ ഒരു സിംറ്റംസ് വഴിയും, അല്ലെങ്കിൽ ഒരു ബേരിയം സ്വാലോ ടെസ്റ്റ് വഴിയോ, അല്ലെങ്കിൽ ഒരു എൻഡോസ്കോപ്പി വഴിയോ, അല്ലെങ്കിൽ ഒരു CT സ്കാൻ, അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ബ്ലഡ് ടെസ്റ്റ് വഴി ആയിരിക്കും ഡോക്ടേഴ്സ് ഇത് കൂടുതലും കണ്ടെത്തും. മേ ബി ചില വ്യക്തികൾക്ക് ഈ ഒരു സിവിയർ ബ്ലഡ് ലോസ് ഉണ്ടാവുമ്പോൾ മേ ബി HB ലെവൽ ഡ്രോപ്പ് ആവാനും, അല്ലെങ്കിൽ നല്ലോണം ക്ഷീണിച്ച് പോകാനും, അല്ലെങ്കിൽ സിവിയർ മാൽന്യൂട്രീഷൻ പോലും വരാനുള്ളൊരു ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് യൂഷ്വലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ബലൂൺ ഡയലറ്റേഷൻ പ്രൊസീജിയേഴ്സ് വഴി, അതായത് ഒരു ചെറിയൊരു ബലൂൺ നമ്മളുടെ അന്നനാളം വഴി ഉള്ളിലോട്ട് കടത്തി ആ ഒരു ബലൂൺ വീർപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഡയലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മസിൽസിനൊന്നുകൂടി ആ ഒരു സ്പാസം, അല്ലെങ്കിൽ ആ ഒരു മസിൽസ് ഒന്നും കൂടെ ആ ഒരു അന്നനാളം ഒന്നുകൂടെ വികസിപ്പിച്ച് നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫുഡ് നമുക്കൊന്നുകൂടെ ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇൻ കേസ് അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു നമുക്ക് ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ചില ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് എടുത്ത് തുടങ്ങുകയാണെങ്കിൽ അതും ഒരു നല്ലൊരു റെമഡി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ഒരു പെർമനന്റ് സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല. മേ ബി ചില വ്യക്തികൾക്ക് ഇത് പറ്റാതെ അവർക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് സർജറി മാത്രമായിരിക്കും. അപ്പോൾ സർജറി എന്താണ് എയിം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, മേ ബി ഒരു ആ ഒരു മസിൽസ്, ഈ ഒരു മസിൽ ഇങ്ങനെ സ്പാസം ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു മസിൽസ് ഓപ്പൺ ആയിട്ട് കിടക്കാത്തത് കൊണ്ട് ഒരു മസിൽ മേ ബി ചെറുതായിട്ടൊന്ന് ടിയർ ചെയ്താൽ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സർജറിയുടെ മെയിൻ എയിം ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ ഈസിലി നമ്മളുടെ ഫുഡ് ഒരു അന്നനാളം വഴി സ്റ്റൊമക്കിലോട്ട് എത്തുന്നു. പക്ഷേ വൺസ് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ് നമുക്ക് GERD എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഫുഡ്, സ്റ്റൊമക്കിലുള്ള ഫുഡ് ആ ഒരു വിൻ പൈപ്പിലോട്ട്, അല്ലെങ്കിൽ ഈസോഫാഗസിലോട്ട് പെട്ടെന്ന് ബാക്കിലോട്ട് വരുന്ന ഒരവസ്ഥ.
അപ്പോൾ നമുക്ക് അതും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അതുപോലെ മേ ബി ചില വ്യക്തികൾക്ക് സിവിയർ ഇതുപോലെ ഈസോഫേജിയൽ റിഫ്ലക്സ് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ അത് ഈ ഒരു ഫുഡ് സ്റ്റൊമക്കിൽ നിന്നുള്ള ഫുഡ് ഈസോഫാഗസിലോട്ട് കയറി വരുമ്പോൾ ഒരു നെഞ്ചരിച്ചിലുണ്ടാവുന്നു, അല്ലെങ്കിൽ മേ ബി ചില വ്യക്തികൾ ചോക്കിംഗ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ചുമയ്ക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഇവിടെ പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് യൂഷ്വലായിട്ട് എയിം ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ ആ ഒരു സിംറ്റംസ് കുറയ്ക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ മേജറായിട്ട് നോക്കുന്നത് ഒന്നും ഈ സിംറ്റംസ് ബലൂൺ ഡയലറ്റേഷൻ വഴി പറ്റുന്നില്ല, ഇഞ്ചെക്ഷൻസ് വഴി പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഓരോ ആൾക്കാർക്ക് ഒരു ഇൻഡിക്കേഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ഒരു കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിരിക്കും. ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തികൾക്കായിരിക്കും ഡോക്ടേഴ്സ് ഒരു സർജറി ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സർജറി മോസ്റ്റ്ലി സക്സസ്ഫുൾ ആയിരിക്കും. പക്ഷേ ചില കേസിലായിരിക്കും ഇതുപോലത്തെ സിംറ്റംസ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. നമസ്കാരം.